ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നേപ്പാളിൽ ഒരു നേപ്പാൾ സ്റ്റൈൽ ഫുഡ് ട്രൈ ചെയ്യാൻ പോവുക. അതായത് നേപ്പാളിൽ ആ ഒരു ഫോറസ്റ്റ് റിസോർട്ട് ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ തെന്തഗൗൺ ജംഗിൾ റിസോർട്ട്, അവിടെയാണ് ഞങ്ങളുള്ളത്. നേപ്പാളിൽ അവിടെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ You're ordering this local whole chicken. അതിന് 3000 നേപ്പാളി റുപ്പീസ്. Then we are going to order some 2 bottles of water. ഞങ്ങളിത് ഫുഡ് ഓർഡർ ചെയ്തു. എന്താ പറഞ്ഞു ചേട്ടാ? ചിക്കനും ഫുൾ ചിക്കൻ, ഒരു ലോക്കൽ ഹോൾ ചിക്കൻ, ബാർബിക്യൂ, പിന്നെ ലോക്കൽ നോർമൽ ചിക്കൻ, ബാർബിക്യൂ. അപ്പോൾ പിന്നെ അത് തകർക്കനി അടിപൊളി. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇരിക്കാനുള്ള ഒരു നല്ല സെറ്റപ്പ് വയ്ക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ കാണിച്ചു തരാം. കണ്ടില്ലേ ഇരിക്കാനായിട്ട്? ഇത് കണ്ട റെസ്റ്റോറൻറ്റ് എല്ലാം കണ്ട മുള കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക. അതിൻ്റെ മുകൾ വശം ചെയ്തിട്ടുള്ളത് മറ്റേ പുല്ലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് അവർ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, അതായത് ഒരു പോളുമ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നസീർക്ക് എന്താ റെഡിയില്ല, കഴിക്കാൻ റെഡിയില്ല? ഫുഡ് കഴിക്കാൻ റെഡിയാണ്. ഓക്കെ. ഞങ്ങളിപ്പോൾ അവരുടെ കിച്ചണിലെത്തി. അവരിത് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ചേട്ടനിപ്പോൾ അവരുടേത് കുക്കിങ്ങിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്തിട്ട് ആവശ്യം തുടങ്ങി. അവർക്ക് എന്താണെന്ന് അറിയില്ല, അവർക്കൊരു അതിശയം പോലെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേസ് ഒക്കെ ഒന്നും പറയില്ല. എനിക്ക് തോന്നുന്നു മനസ്സിലാവാണ്ടാണോന്ന് അറിയില്ല, ഒന്നും പറയുന്നില്ല അവർ. ഇതിപ്പോൾ അവരുടെ കിച്ചണിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ വളരെ ഇവിടുത്തെ ആൾക്കാർ, നേപ്പാളിലെ ആൾക്കാരെല്ലാവരും ഒരു പാവപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ജീവിത രീതിയും എല്ലാതും അങ്ങനെ തന്നെയാണ്. ഇതെന്താ സംഭവം? സാലറിയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ പണിക്ക് ഇപ്പോൾ അവർ ഫ്രീ ആയി കാരണം. അവരുടെ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ഈ സലാഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സലാഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പീനട്ട് വെച്ചിട്ട് സലാഡ് കേട്ടോ. അതായത് തക്കാളി, സബോള, പച്ചമുളക്, പിന്നെ കപ്പലണ്ടി, അതെല്ലാം കൂടി അവർ മിക്സ് ചെയ്തിട്ട് കുറച്ച് സാൾട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് തരും നമുക്ക്. ഞാനിപ്പോൾ ആ സലാഡ് ഇവർ കൊണ്ട് വന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. അങ്ങനെ ഹോട്ടലിലെ ഫുഡ്, നേപ്പാളി ഫുഡ് കഴിച്ചത് ഇറങ്ങി. ഫുഡ് അത്ര നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ബാർബിക്യൂക്ക് അവരുടെ ഒരു ടേസ്റ്റ് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ഓക്കെ, താങ്ക് യു. ഇതും പറയാൻ പോണോ? ഇല്ല, റെക്കോർഡിങ് അല്ല, പറഞ്ഞല്ല പറയണ്ടോ. ചില്ലറക്കാരല്ല, നോട്ടുകാരാ. അതും ചെറിയ നോട്ടൊന്നുമില്ല, നല്ല പടക്കണ ചെറിയ കളികളിൽ, ഡോളറിന്റെ കളികൾ മാത്രം. അതെ, ഇനി ചെറിയ കളികളില്ല. അതുണ്ട്, പറഞ്ഞിട്ട് ചെറിയ കളികളിൽ കുറച്ച് കഴിഞ്ഞിട്ട് കളികൾ മാത്രം.